ഡൽഹിയിലെ AC മുറികളിലിരുന്ന് വിപ്ലവം പ്രസംഗിക്കുകയും നാലാൾ കൂടുമ്പോൾ റോഡിലിറങ്ങി ഷോ കാണിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെയും സ്വന്തം സഖ്യകക്ഷികൾ സംസ്ഥാനത്ത് യുവജനങ്ങളുടെ ഭാവി ചുട്ടിരിക്കുമ്പോൾ അധികാരത്തിന്റെ സുഖലോലുപതയിൽ കസേര പങ്കിട്ട് മൗനം പാലിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും കാപഢ്യം ഇന്ന് രാജ്യത്തിന് മുന്നിൽ പച്ചയായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ക്യാമറ കണ്ണുകൾ കണ്ടാൽ ഡൽഹിയിലെ തെരുവുകളിലേക്ക് ഓടിയെത്തി കണ്ണീരൊഴുക്കാൻ മത്സരിക്കുന്ന ഈ യുവ നേതാവ് തൊഴിലില്ലായ്മയും പരീക്ഷാ തട്ടിപ്പും കാരണം ജാർഖണ്ഡിലെ തെരുവുകളിൽ വിദ്യാർത്ഥികൾ ചോരതുപ്പി വീണപ്പോൾ എവിടെയായിരുന്നു? ഡൽഹിയിലെ ജന്തർ മന്ദറിൽ മൈക്ക് പിടിച്ച് വലിയ വർത്തമാനങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും റാഞ്ചിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് നേരെ ഭരണകൂടം പോലീസിനെ അഴിച്ചുവിട്ട് ലാത്തിയും കണ്ണീർവാതകവും പ്രയോഗിച്ചപ്പോൾ വായ് തുറക്കാൻ എന്തുകൊണ്ട് മടിയുണ്ടായി? അധികാരം പങ്കിടുമ്പോൾ കട്ടുമുടിക്കാനും പ്രശ്നങ്ങൾ വരുമ്പോൾ മുഖം തിരിച്ച് ഒളിച്ചു കളിക്കാനും കാണിക്കുന്ന ഈ അവസരവാദ രാഷ്ട്രീയത്തിന് ജനം നൽകാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. ഡൽഹിയിൽ ഒരു മുഖവും സ്വന്തം മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റൊരു മുഖവുമുള്ള ഈ വിചിത്രമായ രാഷ്ട്രീയം കാണുമ്പോൾ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും പുച്ഛം മാത്രമേ തോന്നുകയുള്ളൂ. സ്വന്തം സഖ്യകക്ഷികളുടെ ഭരണത്തിന് കീഴിൽ യുവതലമുറയുടെ തലതല്ലി പൊളിക്കുമ്പോൾ മുഖം രക്ഷിക്കാൻ മാത്രം ഒടുവിലൊരു പ്രസ്താവന ഇറക്കി തടിയൂരാൻ നോക്കുന്ന ഈ നാടക കമ്പനിയുടെ അട്ടിമറി രാഷ്ട്രീയം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീതിയെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം മൂക്കിന് താഴെ സഖ്യകക്ഷികൾ നടത്തുന്ന ഈ തറവേല കണ്ടില്ലെന്ന് നടിക്കുന്നത് ഏതുതരം രാഷ്ട്രീയ ധാർമ്മികതയാണ്? ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഈ ലളിതമായ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടി വിയർക്കുകയാണ് ഈ ദേശീയ നേതാക്കൾ. രാജ്യത്തിന്റെ ഏത് കോണിൽ ഒരു ചെറിയ അനിഷ്ട സംഭവം ഉണ്ടായാലും അവിടേക്ക് ഓടിയെത്തുന്നവർ സഖ്യകക്ഷികളുടെ ഭരണത്തിലെ ക്രൂരതകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് കാണുമ്പോൾ പൊതുജനങ്ങൾ ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. ജാർഖണ്ഡിൽ ഇന്ന് കാര്യങ്ങൾ പൂർണ്ണമായും പുകഞ്ഞു കത്തുകയാണ്. തൊഴിൽ നിയമങ്ങളുടെ അട്ടിമറിയും ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുന്ന നാമമാത്രമായ തൊഴിൽ പ്രഖ്യാപനങ്ങളും മാത്രമാണ് ഹേമന്ത് സോറൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. JPSC പരീക്ഷകളിലെ തുടർച്ചയായ ക്രമക്കേടുകളും കോടികൾ മറിഞ്ഞ അഴിമതികളുമാണ് ഈ നാടിന്റെ യഥാർത്ഥ അവസ്ഥയെ കാർന്നു തിന്നുന്നത്. ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും ഒത്തുകളി കാരണം ലക്ഷക്കണക്കിന് യുവതി യുവാക്കളുടെ യൗവനമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് ഈ ഭരണകൂടം കരിനിഴൽ വീഴ്ത്തിയത്. ചോദ്യപേപ്പർ ചോർച്ച ഒരു പതിവ് സംഭവമായി മാറിയിട്ടും അത് തടയാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിന്റെ നാലാം കിട നിലപാടിനെതിരെയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ തട്ടിപ്പുകളും കാരണം മനം മടുത്ത് തെരുവിൽ ഇറങ്ങിയ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നേരെ ഭരണകൂടം നടത്തിയ ക്രൂരമായ വേട്ടയാടൽ മനുഷ്യത്വമുള്ള ആരുടെയും നെഞ്ചി പിടപ്പിക്കുന്നതാണ്. സമാധാനപരമായി സമരം ചെയ്ത യുവതയുടെ മേൽ ജലപീരങ്കിയും കണ്ണീർവാതകവും ക്രൂരമായ ലാത്തിചാർജുമാണ് ഭരണകർത്താക്കൾ അഴിച്ചുവിട്ടത്. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ പങ്കാളികളായി നിന്നുകൊണ്ട് സ്വന്തം നാട്ടിലെ യുവജനങ്ങളുടെ ചോര വീഴ്ത്തി കസേര ഉറപ്പിക്കാൻ നോക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ നഗ്നമായി പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായ വിദ്യാർത്ഥികളാണ് പോലീസിന്റെ മൃഗീയമായ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത്. 9 ദിവസമായി നിരാഹാര സമരം കിടന്ന് ആരോഗ്യം വഷളായി സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മഹോത്തയുടെ ദയനീയമായ അവസ്ഥ പോലും കണ്ടില്ലെന്ന് നടിക്കാൻ ഈ ഭരണാധികാരികൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് സംസ്ഥാനത്ത് അലയടിക്കുന്നത്. വിവാദ പരീക്ഷകൾ ഉടൻ റദ്ദാക്കണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. നാമമാത്രമായ വാഗ്ദാനങ്ങളിൽ വീണ് സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ ഒട്ടും തയ്യാറല്ല. റാഞ്ചി നഗരത്തെ യുദ്ധക്കളമാക്കി മാറ്റിയ ഈ ഭരണകൂടത്തിന് ജനം നൽകാൻ പോകുന്ന മറുപടി വളരെ കനത്തതായിരിക്കും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ടിനായി കൈനീട്ടി വരുന്ന ഈ അവസരവാദികൾ ഇന്ന് യുവജനങ്ങളുടെ മുഖത്തു നോക്കി ചിരിച്ച ക്രൂരതയ്ക്ക് ചരിത്രത്തിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും.
വലിയ വായിൽ വിപ്ലവം പ്രസംഗിക്കുകയും എന്നാൽ സ്വന്തം മുന്നണിയിലെ അഴിമതിയും ജനദ്രോഹവും വരുമ്പോൾ ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാപട്യത്തിന് ജനം ചുട്ട മറുപടി നൽകും. ജാർഖണ്ഡിലെ ഈ യുവ പോരാട്ടം കേവലം ഒരു തൊഴിൽ സമരത്തിനപ്പുറം രാജ്യത്തെ എല്ലാ കപട രാഷ്ട്രീയക്കാർക്കുമുള്ള ശക്തമായ കരണത്തടിയായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തുടരുമ്പോൾ യുവാക്കളുടെ ഭാവി വെച്ച് പന്താടുന്ന ഇത്തരം രാഷ്ട്രീയ മുന്നണികൾക്കെതിരെ ശക്തമായ ജനവികാരം രൂപപ്പെട്ടു വരികയാണ്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ ഐതിഹാസികമായ സമരം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്കും വലിയൊരു പ്രചോദനമായി മാറിക്കഴിഞ്ഞു. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ചളിക്കുണ്ടിൽ മുങ്ങി നിൽക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ യുവാക്കൾ തെരുവിലിറങ്ങുമ്പോൾ അവരെ ലാത്തിചാർജ് ചെയ്തും കണ്ണീർവാതകം പ്രയോഗിച്ചും അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കുന്ന ഭരണാധികാരികൾക്ക് ചരിത്രം നൽകുന്ന മറുപടി വളരെ ശക്തമായിരിക്കും. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളുടെ ശബ്ദം മൂടിക്കെട്ടാമെന്ന് കരുതുന്നവർക്ക് ജനം തക്കതായ ശിക്ഷ നൽകും. സ്വന്തം മക്കളുടെ ചോര വീഴ്ത്തി കസേര ഉറപ്പിക്കാൻ നോക്കുന്ന ഹേമന്ത് സോറൻ സർക്കാരിനും അതിന് മൂകസാക്ഷിയായി നിന്ന് പിന്തുണ നൽകുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുമെതിരെ ജാർഖണ്ഡിലെ ഓരോ പൗരനും ഉള്ളിൽ തിളച്ചുമറിയുന്ന അമർഷം ഈ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും. നീതിക്കായുള്ള ഈ പോരാട്ടം ഒടുവിൽ വിജയത്തിലെത്തുമെന്നും അഴിമതിയുടെ സാമ്രാജ്യങ്ങൾ തകർന്നടിയുമെന്നും ഈ സമരത്തിന്റെ നാളുകൾ വ്യക്തമാക്കുന്നു. യുവജനങ്ങളുടെ ഈ മുന്നേറ്റം രാജ്യത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാവിയിലും ഇത്തരം ജനദ്രോഹ നടപടികൾ തുടർന്നാൽ അതിനെതിരെ തെരുവിൽ പടപൊരുതാൻ ഈ യുവതലമുറ തയ്യാറാണെന്ന് തെളിയിക്കുന്നതാണ് റാഞ്ചിയിലെ തെരുവുകളിൽ കണ്ട ഈ ചരിത്രപരമായ പ്രതിഷേധങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നത് ഭരണവർഗത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന യുവജനങ്ങളെ അടിച്ചമർത്താമെന്ന് കരുതുന്നവർക്ക് കാലം നൽകുന്ന മറുപടി വളരെ ശക്തമായിരിക്കും. ജാർഖണ്ഡിലെ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും കണ്ണീരിനും വിയർപ്പിനും കണക്ക് പറയേണ്ടി വരുന്ന ആ കാലം അതിവേഗം അടുത്തെത്തി കഴിഞ്ഞു. അധികാരത്തിന്റെ പേരിൽ സാധാരണക്കാരുടെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കക്ഷികൾക്ക് എതിരായ ജനരോഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി അലയടിക്കുമെന്നത് തീർച്ചയാണ്. യുവാക്കളുടെ ഭാവി വെച്ച് പന്താടുന്ന ആർക്കും ഈ നാട്ടിൽ മാപ്പില്ലെന്ന സന്ദേശമാണ് റാഞ്ചിയിലെ തെരുവുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന പ്രതിഷേധ സ്വരങ്ങൾ നൽകുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ യുവാക്കളുടെ ഈ രോഷാഗ്നിയിൽ എരിഞ്ഞു പോവുക തന്നെ ചെയ്യും. ജാർഖണ്ഡിലെ ഈ വിദ്യാർത്ഥി മുന്നേറ്റം വരും കാലങ്ങളിൽ രാജ്യമാകെ വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഒന്നിനുമുള്ള പക്വതയില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി രാഹുൽ ഗാന്ധിയെ തേടിയെത്തുന്ന ഇത്തരം വിവാദങ്ങളും തിരിച്ചടികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അടിത്തറയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പരീക്ഷ അഴിമതിയിൽ നീതി ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ പരസ്യമായി പരിഹസിക്കുന്ന ഈ സംസ്കാരം മാറേണ്ട സമയം ഇനിയെങ്കിലും ആയില്ലേ? അധികാരത്തിന്റെ ഗർവിൽ ആരെയും എക്കാലത്തും വില കുറച്ച് കാണാമെന്ന് കരുതുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ജാർഖണ്ഡിലെമ്പാടും അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉത്തരവാദികളായവർ അധികാര കസേരകളിൽ സുഖസുഷുപ്തിയിലായിരിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന പാവം ജനങ്ങൾ തല്ലുകൊള്ളണമെന്ന അഹങ്കാരമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നാടിന്റെ നിയമവ്യവസ്ഥയെയും ഭരണഘടനയെയും കാറ്റിൽ പറത്തുന്ന ഇത്തരം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ശക്തമായ നിയമ പോരാട്ടങ്ങളും പൊതുസമൂഹത്തിന്റെ പ്രതിഷേധങ്ങളും ഇനിയും ശക്തമായി തന്നെ തുടരും. അങ്ങനെയൊരു മുന്നേറ്റത്തിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ ഈ അഴിമതിക്കാരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു സമകാലിക വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.